നമസ്കാരം. വിഷുഫലത്തിൽ മൂലം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷുഫലത്തിൽ പറയുന്ന ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ കൃത്യമായി ആ ഒരു അനുഭവം ലഭിക്കുന്നില്ല, ദോഷങ്ങളാണ് ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകവും കൂടി ഒന്ന് പരിശോധിക്കുക. കാരണം ഇത് പറയുന്ന ഒരു പൊതുഫലമാണ്. ചാരവശത്തിലുണ്ടാകുന്ന ഫലം എല്ലാവർക്കും അതുപോലെ ബാധിക്കണമെന്നില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. ജാതകത്തിൽ ഇപ്പോഴത്തെ ദശാപഹാരം, ഗ്രഹങ്ങൾ ഉച്ചത്തിലാണോ നീചത്തിലാണോ, ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റേതായ പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ ഗുണഫലങ്ങൾ ഏറെ വർദ്ധിക്കുകയും ഈ വിഷുഫലത്തിൽ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ജാതകഫലം നിങ്ങൾക്ക് ഫോണിലൂടെ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. കൂടാതെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും എന്താണ് വിഷയം എന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. കാരണം ഞങ്ങളതെടുത്ത് നോക്കുകയും നിങ്ങളുടെ പേരും നാളും എഴുതി വിഷയം എന്താണെന്ന് എഴുതി മാറ്റി വയ്ക്കുകയും നിങ്ങൾക്ക് അതിനു വേണ്ടി നിങ്ങളുടെ ആ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയും ഗുണങ്ങൾ വർദ്ധിക്കുന്നതിനും വേണ്ടിയും ക്ഷേത്രത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളെ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു നേട്ടമെങ്കിലും വന്നു ചേരും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനൊരു നേട്ടവും ഭാഗ്യവും നിങ്ങൾക്ക് വന്നു ചേർന്നാൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഒരുപാട് ആൾക്കാർ പ്രാർത്ഥനയിലൂടെ ഫലങ്ങൾ ലഭിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഒരു മാറ്റം വരും, ഉറപ്പായിട്ടും മാറ്റം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യമായിട്ടാണ് കാണുന്നതിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷുഫലത്തിൽ മൂലം നക്ഷത്രക്കാർക്ക് ഇവർക്ക് വ്യാപാര വ്യവസായ രംഗങ്ങളിലും ബിസിനസ് രംഗങ്ങളിലും നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും ധനലാഭങ്ങളും വന്നു ചേരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ജീവിത പങ്കാളിയിൽ നിന്നുള്ള ഉറച്ച പിന്തുണ, ഞാൻ കൂടെയുണ്ട്, ധൈര്യമായിരുന്നു എന്നുള്ളൊരു വാക്ക് മതി നിങ്ങൾക്ക് ഏത് മേഖലയിൽ പോയാലും അവിടെ വിജയം കൈവരിക്കുവാനും നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കുന്നത്. പ്രണയബന്ധങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ജാതകമാണ്. വിദേശത്തു നിന്നും നാട്ടിലേക്ക് തിരിച്ചു വരുവാനുള്ള യോഗവും നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഗൃഹനിർമ്മാണത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ബാങ്കുകളിൽ സമീപിച്ചാൽ നിങ്ങൾക്ക് ലോൺ പാസ്സാകാനും അത് മുഖാന്തരം നിങ്ങളുടെ കാര്യങ്ങൾ വളരെ സ്മൂത്തായി നടന്നു തീരാനും സാധ്യതയുണ്ട്. എന്നാൽ തിരിച്ചടവ് വരുമ്പോൾ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരാനും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ലോണൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. മനസ്സിനെ വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങൾ നിന്നും ഒരു മാറ്റം, അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അവർക്ക് നല്ല കാലം തന്നെയാണ്. കാരണം അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിത പങ്കാളിയെ ഈ ഒരു വർഷം ഇവർക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. രോഗങ്ങളിൽ നിന്നും വിഷമിക്കുന്ന വ്യക്തികൾക്ക് ഒരു ആശ്വാസം ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുതലായി കാണപ്പെടുന്നു. ഭക്ഷണത്തിൽ നിന്ന് അലർജി പിടിപെടാൻ സാധ്യതയുണ്ട്. വളർത്തുമൃഗങ്ങളുടെ പരിക്കേറ്റ് നിങ്ങൾക്ക് ചെറിയ ക്ഷതമേൽക്കാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു നഷ്ടം വരാനുള്ള സാധ്യത, വളർത്തുമൃഗങ്ങൾ മുഖാന്തരം നിങ്ങൾക്ക് നഷ്ടം വരാൻ സാധ്യതയോ ഇവയെല്ലാം കാണുന്നുണ്ട്. അത് ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. സഹായ വാഗ്ദാനങ്ങൾ നിങ്ങൾ നൽകുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. നിങ്ങൾക്ക് തിരിച്ചു കിട്ടുവാൻ സാധ്യത വളരെ കുറവ് തന്നെ ആയിരിക്കും. കൂടാതെ ഏറ്റെടുത്ത പ്രവൃത്തികൾ വിജയത്തിലെത്തിക്കുവാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. അങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുകയും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും നല്ല വിജയത്തിലോട്ട് ജീവിതം കൊണ്ട് എത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. കൂടാതെ പരാക്രമശീലം, എടുത്തുചാട്ടശീലം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ബന്ധുജനങ്ങൾ എല്ലാ ആവശ്യത്തിനും കൂടെ നിൽക്കുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കും. കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വീട്ടു സാധനങ്ങൾ വാങ്ങുകയും അതിൽ നിന്നും ചിലവ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലവുകൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ്.
വീട്ടുപകരണങ്ങൾക്ക് ചിലവുണ്ടാകുക, അല്ലെങ്കിൽ വീട്ടിലേക്ക് അത്യാവശ്യത്തിന് ഒരു മെയിൻ്റെനൻസ് ചെയ്ത് അങ്ങനെ ധനം ചിലവാക്കുക, അങ്ങനത്തെ ചിലവുകളെല്ലാം കൂടുതലായി കാണുന്നുണ്ട്. കൂടാതെ കള്ളന്മാരുടെ ശല്യമോ അല്ലെങ്കിൽ ശത്രുക്കളുടെ ശല്യമോ വളരെ കൂടുതലായി വന്നു ചേരാൻ സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. മനോദുഃഖം മൂലം ഒരുപാട് വിഷമിക്കുന്ന വ്യക്തികളായിരിക്കും. എന്നാൽ വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ മാറിക്കിട്ടും. അപകീർത്തി വരാൻ സാധ്യതയുണ്ട്, വളരെയധികം സൂക്ഷിക്കുക. പിതാവിനോ ഗുരുജനങ്ങൾക്കോ വേണ്ടി ധനം ചിലവാക്കുകയും ആ ഒരു ബുദ്ധിമുട്ടിൽ നിങ്ങൾക്ക് ധനം നഷ്ടം വരുന്നു, അല്ലെങ്കിൽ ഒരുപാട് സമയം അതിൻ്റെ കൂടെ ചിലവാക്കേണ്ടി വരുന്നു. കൂടാതെ നിങ്ങൾക്ക് പിതാവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ ഓഫീസിൽ പോകാതെ ലീവ് എടുത്ത് നിൽക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. ധനലാഭം ഉണ്ടാക്കുവാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യുക. ചിലവ് വളരെയധികം കൂടുതലായി കാണുന്ന ഒരു ജാതകമാണ്. ജീവിതത്തിലെ വിജയങ്ങളെ അത് ആത്മാർത്ഥമായി സന്തോഷിക്കുകയും അതിനോടൊപ്പം പരാജയം, നഷ്ടം എന്നിവ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ചിരിച്ചുകൊണ്ട് തന്നെ കളഞ്ഞിട്ട് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. വസ്ത്രലാഭം ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ആഭരണ ലാഭം ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം. കൂടാതെ അലസത ഉണ്ടാകുന്നു, നിങ്ങൾക്ക് തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അലസത ഉണ്ടാകുന്നു. ഓർമ്മശക്തി കുറവുണ്ടാകുന്നു. പ്രണയ പരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. പക്ഷി മൃഗാദികളിൽ നിന്നുള്ള ലാഭങ്ങൾ ഉണ്ടാക്കുവാൻ, അതായത് ആ ഒരു പക്ഷിയോ മൃഗങ്ങളോ ഇതെല്ലാം നിങ്ങൾ വിൽക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ കുട്ടികളെ നിങ്ങൾ വിൽക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ലാഭങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് വേണ്ടി നിങ്ങൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിയെ പൂജിക്കുക, ഹനുമാൻ സ്വാമിയുടെ നാമങ്ങൾ ജപിച്ച് മുന്നോട്ട് പോയാൽ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും. പൂരാടം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഈ ഒരു വർഷക്കാലഘട്ടം ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ വിഷുഫലത്തിൽ പൂരാടം നക്ഷത്രക്കാർക്ക് പറയുന്ന ഗുണഫലങ്ങൾ ജീവിതത്തിൽ അതുപോലെ തന്നെ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. ജാതകത്തിൽ ഈ ഒരു വർഷം തന്നെ ശനി രാശി മാറുകയാണ്. അതിനോടൊപ്പം വ്യാഴം രാശി മാറുന്നു, രാഹു കേതുക്കൾ രാശി മാറുന്നു. ഈ രാശിമാറ്റത്തിലും നിങ്ങളുടെ ജാതകത്തിൻ്റെ ദിശാപഹാര സമയത്തും ഉണ്ടാകുന്ന ആ ഒരു ദോഷഫലങ്ങളും കൂടി ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളും കൂടി മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു പരിഹാരവും ചെയ്ത് മുന്നോട്ട് പോയാൽ വിഷുഫലത്തിൽ പറയുന്ന എല്ലാ ഗുണഫലങ്ങളും ജീവിതത്തിൽ വരികയും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും. ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നവണ്ണം എല്ലാ മാസങ്ങളിലും ക്ഷേത്രത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നം ജീവിതത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം നിങ്ങളുടെ ആ ഒരു കാര്യം നടക്കുന്നതിനായി നമ്മുടെ പ്രാർത്ഥനയിൽ ഈ കമൻറ്റ് ബോക്സിൽ വരുന്ന പേരുകളും അല്ലെങ്കിൽ അവരുടെ നക്ഷത്രങ്ങളും ആ വിഷയവും രേഖപ്പെടുത്തുകയും അതിൽ ഉൾപ്പെടുത്തുകയും നമ്മളാൽ കഴിയുന്ന രീതിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു ചെറിയൊരു മാറ്റം നിങ്ങൾക്കുണ്ടായാൽ അത് നിങ്ങൾക്കൊരു വലിയ സന്തോഷം തന്നെയാണ്. ഒരുപാട് ആൾക്കാർ പോസിറ്റീവ് ആകുന്നു എന്ന് പറഞ്ഞ് മെസ്സേജുകളും ഞാൻ അയക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ വിവാഹം നടക്കുന്നില്ല, പഠിത്തത്തിൻ്റെ ബുദ്ധിമുട്ട്, കുടുംബ പ്രശ്നങ്ങൾ, ഇങ്ങനെ എന്തുണ്ടെങ്കിലും രേഖപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. പൂരാടം നക്ഷത്രക്കാരുടെ വിഷുഫലമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉന്നത വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും കൂടാതെ ഈ വിജയത്തിൻ്റെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം അതായത് +2
പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അതിനു മേലെ ഡിഗ്രി പോലുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുകയും 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് +2 അഡ്മിഷൻ ലഭിക്കുക, നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ്. PSC എക്സാം അല്ലെങ്കിൽ മറ്റ് ഇൻ്റർവ്യൂവിനെല്ലാം അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും എക്സാമുകൾ പാസ്സാകുവാനും അവർക്ക് ജോലി ലഭിക്കുവാനും എല്ലാം സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകുന്ന ഒരു വർഷ കാലഘട്ടം തന്നെയാണ്. നിലവിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. പണമിടപാടുകൾ കൃത്യത പാലിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം നിങ്ങൾ കൊടുക്കാം എന്ന് പറയുന്ന വാക്കുകൾ അവിടെ തെറ്റുമ്പോൾ മറ്റു പലർക്കും ദോഷമായി വരാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. കാരണം നിങ്ങളുടെ ഈ പ്രതീക്ഷ, നിങ്ങളുടെ വാക്കിൻ്റെ പ്രതീക്ഷയിൽ അവരൊരുപാട് സ്വപ്നം കാണുകയും ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊണ്ട് കൊടുക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഉറപ്പ് പറയുക, അതോടൊപ്പം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അങ്ങനെ പറ്റാത്ത ഒരു സാഹചര്യം വരുവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നേരത്തെ മുൻകൂട്ടി പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ വാക്ക് കൊടുക്കാതിരിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. കുടുംബജീവിതത്തിൻ്റെ സൗഖ്യം, അത് ഒത്തൊരുമ, സന്തോഷത്തോടുകൂടി പോകുവാനുള്ള സാധ്യത വർദ്ധിക്കുവാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. ഒരുമിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി സംസാരം, എടുത്തുചാടിയുള്ള പ്രവർത്തികൾ ഇതെല്ലാം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. സാമ്പത്തികപരമായ ചെറിയ അസ്വാരസ്യങ്ങൾ കുടുംബത്തിനുള്ളിൽ വരും എന്നുണ്ടെങ്കിലും അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുക. കാരണം കുടുംബത്തിലെ സന്തോഷം എന്ന് പറയുന്നത് സാമ്പത്തികം മാത്രമല്ല, ബാക്കി പലതും. നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവിടെ ഒരു സാമ്പത്തികം എന്ന് പറയുന്നത് അത്യാവശ്യം ആണ് എന്നുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ സന്തോഷം ലഭിക്കുവാൻ വേണ്ടി സാമ്പത്തികത്തിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ കൂടെ തന്നെയുള്ള വ്യക്തികളെ കാണാറുണ്ട്, സാമ്പത്തികമെല്ലാം വളരെ കുറവായിരിക്കും, പക്ഷേ വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരുമായി ചേർന്ന് സന്തോഷത്തോടു കൂടി അവരിലുള്ള രീതിയിലുള്ള ജീവിതം നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നത് കാണാം. ധനം കൂടുതലുള്ളവർക്കാണ് ടെൻഷനും അതുപോലെ സന്തോഷമില്ലാത്തത് കൊണ്ടാണ് അവർ ഈ ഓടി നടന്ന് പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും അവർക്ക് സന്തോഷം തേടിയുള്ള യാത്രയിലാണ് അവർക്ക് ധനമുണ്ട് പക്ഷേ സന്തോഷമില്ല. എന്നാൽ ധനം കുറവ് എന്ന് കരുതി സന്തോഷം ഒരിക്കലും ഇല്ലാതിരിക്കില്ല. സന്തോഷം നല്ല രീതിയിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ കുടുംബ അംഗങ്ങളുമായി സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരു വർഷക്കാലമായിട്ടാണ് കാണുന്നത്. നിങ്ങളും അതിനുവേണ്ടി തന്നെ ശ്രമിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. വാഹനം മാറ്റി വാങ്ങുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. വാഹന സംബന്ധമായി ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ജോലി സാധ്യത കൂടുതലായി ലഭിക്കുന്നു. അത് ചെറിയ രീതിയിലുള്ള വർക്ക്ഷോപ്പ് ഇട്ടിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ പോലുള്ള വ്യക്തികൾക്കോ അങ്ങനെ ചെറിയ രീതിയിൽ ജോലി ചെയ്യുന്നവർക്ക്, നിത്യവും ജോലി ചെയ്യുന്നവർക്ക് ജോലി കൂടുതലായി ലഭിക്കുകയും അവർക്ക് ജോലിയിൽ ധനലാഭം ഉണ്ടാകുകയും അതിൽ സന്തോഷമുണ്ടാകാനുള്ള സാധ്യത കൂടുതലായി കാണുന്നു. കൂടാതെ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യുന്നത്, വാഹന സംബന്ധമായി ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കും നേട്ടങ്ങൾ ഉണ്ടാകാനും അവർക്ക് ലാഭമുണ്ടാകാനും എല്ലാം സാധ്യതയും കൂടുതലായി കാണുന്ന ഒരു സമയം. അത് വാഹന സംബന്ധമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. മാത്രമല്ല പുതിയ വാഹനം എടുക്കുവാൻ, പഴയ വാഹനം മാറ്റി വാങ്ങൽ, ഇങ്ങനെയൊക്കെയുള്ളൊരു സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. പണമിടപാടുകൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് വിലപ്പെട്ട രേഖകളൊക്കെ എന്തെങ്കിലും അങ്ങനെ കൈമാറുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം നിൽക്കുക. ചതിവ് പറ്റുവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ സ്വർണം പണയം വയ്ക്കുന്ന പോലുള്ള വ്യക്തികളെല്ലാം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. പൈതൃക സ്വത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൂർവിക സ്വത്ത്, കുടുംബ സ്വത്ത് കിട്ടുന്നതിൻ്റെ പേരിലോ അതിൽ നിന്നുള്ള ആദായത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവിടുത്തെ ഇരിക്കുന്ന ഗ്രഹത്തിൻ്റെ പേരിലോ എല്ലാം ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മുടെ തെറ്റ് കാരണം, നമ്മുടെ എടുത്തുചാട്ടവും പെരുമാറ്റവും നമ്മുടെ സംസാരം മൂലം അവിടെ ഒരു വിഷയം ഉണ്ടാകാതെ സൂക്ഷിക്കുന്നതും നല്ലത് തന്നെയായിരിക്കും. ഗ്രഹം നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ കരുതി വെച്ച ആ ധനം, അതായത് ഒരു കെട്ടിടം പകുതി പണിയതൊക്കെ വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് ഒരു കെട്ടിടം പണിയാൻ വേണ്ടി വെച്ചിരുന്ന പണം മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാകുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ പെട്ടെന്നുള്ള അത്യാവശ്യ ഘട്ടങ്ങൾ വരികയും ഇതിനുള്ള പണം എടുത്ത് അങ്ങോട്ട് മാറ്റുകയും അപ്പോൾ ഈ പണം ചിലവാകുകയും വീട് പണി മുടങ്ങാനും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അങ്ങനത്തെ ചെറിയൊരു ബുദ്ധിമുട്ട് നമ്മുടെ ഒരു വർഷക്കാലഘട്ടം
കാണുന്നത് കൊണ്ടാണ് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് വീട് പണിക്കുള്ള ധനങ്ങൾ അതിലേക്ക് തന്നെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മാനസിക പിരിമുറുക്കം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ടെൻഷൻ കൂടുകയും, അത് ജോലി സംബന്ധമായ കാര്യങ്ങൾ, ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ, വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാം ടെൻഷൻ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അതിൽ ബുദ്ധിമുട്ടുണ്ടാകും. ടെൻഷനും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാത്ത ഒരു ജോലിയും നമ്മുടെ നാട്ടിലില്ല. എല്ലാ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ടെൻഷനെല്ലാം കുറച്ച് സന്തോഷത്തോടെ പോയി കഴിഞ്ഞാൽ വളരെ നല്ലത് തന്നെയായിരിക്കും. മുതിർന്ന ബന്ധുക്കളുടെ ആരോഗ്യത്തിന് വേണ്ടി, അവരുടെ ആരോഗ്യത്തിൻ്റെ ആ ഒരു നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ധനം ചിലവാക്കേണ്ടി വരുന്നൊരവസ്ഥ കാണുന്നുണ്ട്. ചിലവുകൾ വളരെ കൂടുതലായി കാണുന്നൊരവസ്ഥയാണ് ഈ ഒരു വർഷം കാണുന്നത്. ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയിക്കാൻ സാധ്യത കൂടുതലാണ്. അതിനുവേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. വിദേശത്ത് നിന്നും നാട്ടിലേക്ക് തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഈസിയായി, അതായത് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നാട്ടിലേക്ക് എത്തുവാൻ സാധിക്കും. തിരിച്ചിവിടെ നിന്നും അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും തടസ്സങ്ങളൊന്നുമില്ലാതെ നമുക്ക് വിദേശത്ത് പോകുവാൻ സാധിക്കും. അവിടെ ജോലിക്ക് പോകാൻ സാധിക്കും, അവിടെ വിദ്യാഭ്യാസം സാധിക്കും. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. പൊതുപ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവർ സൂക്ഷിക്കുക. അപവാദങ്ങൾ കേൾക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷമാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. വരവിനോടൊപ്പം തന്നെ ചിലവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എത്ര തന്നെ വരുമാനം വന്നാലും അതിനെ പിടിച്ചു നിൽക്കാനോ അതിനെ ഒരു സേവ് ചെയ്യുവാനോ പറ്റാത്ത വിധത്തിലുള്ള ചിലവുകളും ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. സന്താന ഗുണം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അതായത് കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് നേട്ടവും അംഗീകാരവും അഭിമാനവും എല്ലാം തോന്നുന്ന ഒരു വർഷകാലഘട്ടമായിരിക്കും ഇത്. നേത്ര സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാണ്, സൂക്ഷിക്കുക. ധനകാര്യങ്ങൾ നമ്മൾ നടത്തുന്ന, അല്ലെങ്കിൽ ഒരു ധനസ്ഥാപനമാണ് നമ്മളിട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ചെറിയ രീതിയിലുള്ള കളവുകളോ മോഷണങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അതിന് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. വാഹന യാത്രയ്ക്കിടയിൽ ധനനഷ്ടം വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്, അതും സൂക്ഷിക്കുക. ജീവിത പങ്കാളിക്ക് തൊഴിലിൽ ഉന്നതി ഉണ്ടാകുവാനും അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും ആ സാമ്പത്തികം നമ്മളെ സഹായിക്കാനും എല്ലാം സാധ്യതയുള്ളത്. നമ്മൾ ഞാൻ പറഞ്ഞു, സാമ്പത്തിക ബുദ്ധിമുട്ട് എത്ര തന്നെ വന്നാലും നമുക്കത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന ഒരു വർഷകാലഘട്ടം തന്നെയാണ്. എന്തൊക്കെ തന്നെ ദോഷങ്ങൾ ജീവിതത്തിൽ വന്നു കയറിയാലും ഈ കുടുംബത്തിനുള്ളിൽ സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ അതിനൊരു പ്രശ്നമേ ആകുകയില്ല. സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് പോകുവാൻ സാധിക്കുക തന്നെ ചെയ്യും. സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും സ്വാമിയെ പ്രാർത്ഥിക്കുകയും സ്വാമിയെ പൂജിക്കുകയും സ്വാമിക്ക് പുഷ്പാഞ്ജലി വഴിപാടുകൾ അല്ലെങ്കിൽ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള അഭിഷേകങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഈ ദോഷങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈയൊരു വിഷുഫലത്തിൽ പറയുന്ന ഗുണകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകമൊന്ന് പരിശോധിക്കുക. ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കുക. കൂടാതെ രാഹു, കേതു, വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങൾ ഈ ഒരു വർഷം രാശി മാറുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തുമാത്രം മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് പരിശോധിക്കുക. ഈ ഓരോ ഗ്രഹങ്ങളും നിങ്ങളുടെ ജാതകത്തിൽ ഏതെല്ലാം ഭാവങ്ങളിൽ നിൽക്കുന്നു, നേട്ടങ്ങൾ വരുത്തുന്നു, ഇതെല്ലാം പരിശോധിച്ച് അതിൻ്റേതായ പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ വിഷുഫലത്തിൽ പറയുന്ന ഗുണാനുഭവങ്ങൾ കൂടുതലായി ജീവിതത്തിൽ വരികയും ദോഷങ്ങൾ ഇല്ലാതാകുകയും ചെയ്യും. ജാതകം പരിശോധിക്കുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദോഷങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലുള്ള പരിഹാരം എന്ന വണ്ണം മാസം തോറും ക്ഷേത്രത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഞങ്ങൾ ഉൾപ്പെടുത്തുകയാണ്. അതിനായി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും
നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണ് നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ജോലി സംബന്ധമായ ബുദ്ധിമുട്ടാണോ, വിവാഹ പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാണോ, ധനപരമായ കാര്യമാണോ, എന്താണെന്നുള്ളത് വ്യക്തമായി രേഖപ്പെടുത്തുക. പേര്, നക്ഷത്രം, നിങ്ങളുടെ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണ് രേഖപ്പെടുത്തി. ഇതെല്ലാം ഞങ്ങൾ നോട്ട് ചെയ്യുകയും പൂജയിൽ ഉൾപ്പെടുത്തുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞങ്ങൾ ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമായി ഒരുപാട് വ്യക്തികൾക്ക് പോസിറ്റീവ് ആകുന്ന ഒരുപാട് അനുഭവങ്ങളുടെ മെസ്സേജുകൾ ഞങ്ങൾക്ക് അയക്കാറുണ്ട്. അപ്പോൾ ഇതിനുവേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങൾക്ക് അയച്ചു തരിക. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് ഏറെ ഉത്തമം തന്നെയായിരിക്കും. ജാതക സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഒരു വർഷത്തെ ഈ വിഷുഫലത്തിൽ ഉത്രാടം നക്ഷത്രക്കാർക്ക് മനസ്സിൻ്റെ സന്തോഷം തിരികെ കിട്ടുന്ന കാലഘട്ടം തന്നെയാണ്. ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഈശ്വര വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ചു അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. തൊഴിൽപരമായ നേട്ടങ്ങൾ ഈ ഒരു വർഷക്കാലഘട്ടം നിങ്ങൾക്കുണ്ടാകുക തന്നെ ചെയ്യും. ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതിൽ നേട്ടമുണ്ടാകും. പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്ത ആ ഒരു ടാർഗറ്റുകൾ അവർക്ക് വിജയിക്കുവാനും അതിൻ്റേതായ ലാഭങ്ങൾ നേടുവാനും സാധിക്കും. ഇഷ്ടപ്പെട്ട തൊഴിൽ ഏർപ്പെടുവാൻ സാധിക്കുന്ന വർഷം തന്നെയാണ് ഈ ഒരു വർഷക്കാലഘട്ടം. കൂടെ വാഗ്ദാനങ്ങൾ നൽകുന്നത് വളരെ ശ്രദ്ധയോടുകൂടിയായാൽ വളരെ നല്ലതായിരിക്കും. ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് നിൽക്കരുത്. ചിലർ ലോട്ടറി എടുക്കുന്നൊരു പതിവുണ്ട്. എന്നാൽ ഈ ഒരു വർഷക്കാലഘട്ടം ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം വളരെ കുറവായിരിക്കും. അപ്പോൾ അനാവശ്യമായി ധനം ചിലവാക്കാതിരിക്കുന്നത് വളരെ ഉത്തമം തന്നെയായിരിക്കും. ബിസിനസ്സിൽ മികവ് പുലർത്തുവാൻ സാധിക്കും. സാമ്പത്തികപരമായ വിഷയങ്ങൾ, ചെറിയ ചെറിയ തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു വർഷക്കാലഘട്ടമായിരിക്കും. മേലധികാരികൾ, തൊഴിലുടമകൾ എന്നിവരിൽ നിന്നും അനുകൂലമായ നടപടി, സ്നേഹത്തോടു കൂടിയുള്ള നടപടികൾ അല്ലെങ്കിൽ സ്നേഹത്തോടുള്ള സംസാരം എന്നിവയെല്ലാം ഉണ്ടാകാനും സാധ്യത വളരെ കൂടുതലായി കാണുന്ന വർഷം തന്നെയാണ്. ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരുന്ന കാലഘട്ടമായിരിക്കും. ഈ യാത്രകളിലൂടെ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. സന്താനങ്ങൾക്ക് വേണ്ടി ധാരാളം ധനം ചിലവാകും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന വ്യക്തികൾക്ക് ഒരു ആശ്വാസ വാക്കുപോലെയായിരിക്കും ഈ ഒരു വർഷക്കാലഘട്ടം. വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകും. അത് വിൽക്കുവാനോ അല്ലെങ്കിൽ പണയപ്പെടുത്തുവാനോ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ ജോലിയിൽ നിങ്ങളുടെ കൂടെ നിന്ന വ്യക്തികളെ വളരെയധികം സൂക്ഷിക്കുക. ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. വിവാഹം ആലോചിക്കുന്ന വ്യക്തികൾക്ക് വളരെ നല്ല സമയമാണ്. നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട വ്യക്തിയെ ജീവിത പങ്കാളിയായി ലഭിക്കുകയും സന്തോഷത്തോടുകൂടി ജീവിക്കുകയും നിങ്ങളുടെ കുടുംബജീവിതം ആനന്ദകരമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. കൂടാതെ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രണയം അത് വിവാഹത്തിലെത്തുകയും പ്രണയ സംബന്ധമായ വിഷയങ്ങൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ സത്യസന്ധമായ രീതിയിൽ മുന്നോട്ട് പോകുവാനും സാധിക്കുന്ന ഒരു വർഷകാലഘട്ടം തന്നെയാണ്. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതും മാറുകയും അതിലും സന്തോഷകരമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ഈ ഒരു വർഷകാലഘട്ടം കഴിയുക തന്നെ ചെയ്യും. കൂടാതെ നിങ്ങളുടെ സംസാരം മൂലം ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം. ഏത് കാര്യത്തിലും വളരെ ചിട്ടയോടുകൂടിയും വളരെ അറിവോടുകൂടിയും നിങ്ങൾ സംസാരിക്കുന്നത് മൂലം നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കും. ആരോഗ്യ രംഗത്ത് നേട്ടമുണ്ടാകും. അതുപോലെ തന്നെ ആരോഗ്യ ഭംഗിയിൽ താല്പര്യം കാണിക്കുകയും അതിന് നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന സമയമായിരിക്കും. സുഖവും ദുഃഖവും ഒരുപോലെ ജീവിതത്തിൽ കടന്നു വരുന്ന വർഷമായതിനാൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുക. ആത്മാർത്ഥമായി തന്നെ നിങ്ങളുടെ കർമ്മരംഗത്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നേറുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ബന്ധുക്കൾ ഇല്ലാത്തവരിൽ നിന്ന്, അതായത് ബന്ധുക്കളുടെ ഒരു സഹായം ഇല്ലാത്തവർക്ക് ഈ ഒരു വർഷം അവരിൽ നിന്നുള്ളൊരു സഹായമെല്ലാം ലഭിക്കുവാനും സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. വാഹനം സംബന്ധമായ ബിസിനസ് ചെയ്യുന്നവർക്ക് ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങൾ വരുവാൻ സാധ്യത കാണുന്നുണ്ട്. വളരെ സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും.
കള്ളന്മാർ അല്ലെങ്കിൽ ശത്രുക്കൾ അല്ലെങ്കിൽ ഒരു സാധന വിലപ്പെട്ട രേഖകൾ കൊണ്ടൊന്ന് മറന്നു വയ്ക്കുക, ഇങ്ങനത്തെ ഒരു പതിവ് കൂടുതലായി വരാൻ സാധ്യതയുണ്ട്. അവയും സൂക്ഷിക്കുക. ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുള്ള ധനസഹായം ലഭിക്കുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ പാർട്ട്ണർ ഒരുമിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും, പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആൺകുട്ടിയുടെ വീട്ടിൽ നിന്നുള്ള ധനസഹായം ലഭിക്കുകയും സന്തോഷത്തോടെ ജീവിക്കും, സുഖകരമായി മുന്നോട്ട് പോകുവാനും സാധിക്കും. നിങ്ങൾക്ക് ഏത് മേഖലയിൽ നിന്നാലും അവിടെ എല്ലാം വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. സർവ വസ്തുക്കൾ, അതായത് ജീവിതത്തിൽ കുടുംബത്തിനുള്ളിൽ നിത്യവും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സർവ്വ വസ്തുക്കൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും വലിയ രീതിയിലുള്ള ധനനഷ്ടം വരുവാനും സാധ്യതയുണ്ട്. കൂടുതൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ പോലുള്ള വസ്തുക്കളിൽ നിന്നും ധനനഷ്ടമുണ്ടാകാം. പിതാവിൽ നിന്നും ഗുരുക്കന്മാരുടെയും ഉപദേശം കേൾക്കുകയും അവരുടെ അനുഗ്രഹത്താൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നേട്ടം കൈവരിക്കുവാനാവുക തന്നെ ചെയ്യും. ഈ ഒരു സമയം നിങ്ങൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, നാമം ജപിക്കുക. ഭഗവാന്റെ ആ ഒരു രൂപത്തെ മനസ്സിലെപ്പോഴും കണ്ടുകൊണ്ട്, മനസ്സിൽ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ഓരോ കാര്യം ചെയ്തെടുത്താൽ നമുക്ക് നേട്ടവും വിജയവും കൈവരിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ വീഡിയോയിൽ പറയുന്ന ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം വ്യക്തമായി പരിശോധിക്കുക. ജാതകത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ദശാപഹാരം മനസ്സിലാക്കുകയും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പല ഗ്രഹങ്ങളും രാശികൾ മാറുന്നു, അതിൻ്റെ രാശിമാറ്റവും എല്ലാം പരിഗണിച്ച് അതിൽ ഉണ്ടാകുന്ന പരിഹാര മാർഗങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദോഷങ്ങൾ മാറുകയും ഗുണങ്ങൾ കൂടുതലായി ലഭിക്കുകയും ചെയ്യും. ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ തടസ്സങ്ങൾ, വിവാഹ തടസ്സം, ജോലി തടസ്സം, വിദ്യാ തടസ്സം, സാമ്പത്തിക പ്രശ്നം, കുടുംബ പ്രശ്നം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മാറുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാ മാസങ്ങളിലും നടന്നു വരുന്ന ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ ആ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും എന്താണ് വിഷയം എന്നുള്ളതും കൂടി എഴുതി അറിയിക്കുക. വിഷയം കൃത്യമായിട്ട് എഴുതുക. എന്താണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമെന്ന്. ചെറുതായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ജീവിത രീതിയിൽ നിന്നും ചെറിയൊരു മാറ്റം നമ്മുടെ പ്രാർത്ഥനയിൽ കൂടെ നിങ്ങൾക്കുണ്ടാകുക തന്നെ ചെയ്യും. ആത്മാർത്ഥമായി തന്നെ എല്ലാവരുടെയും പേരും നാളും ഉൾപ്പെടുത്തി തന്നെയാണ് പൂജ നടത്തുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കൂടി എഴുതുക. തിരുവോണം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് ചെറിയ തടസ്സങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. കർമ്മരംഗം ഉന്നതിയിൽ എത്തുവാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനങ്ങൾ ചെയ്യേണ്ടി വരും. എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് മാത്രമേ ജീവിതം വിജയത്തിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. ആത്മാർത്ഥമായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ രീതിയിൽ കർമ്മരംഗത്ത് എത്തുവാൻ സാധിക്കും. എന്നാൽ മടിയും അലസതയും നിങ്ങളെ കർമ്മരംഗത്ത് നിന്നും പുറകിലോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. അത് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും, നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്ന വ്യക്തി, ഇവർക്കെല്ലാവർക്കും ഈ പ്രശ്നം വളരെ കൂടുതലായി അനുഭവിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ആത്മാർത്ഥത കാണിക്കുക, മടി അലസതകളെല്ലാം മാറ്റിവെക്കുക. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ സ്വയം തന്നെ ഇറങ്ങി വർക്ക് ചെയ്താൽ മാത്രമേ കൂടുതൽ ലാഭങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ആത്മാർത്ഥമായി നിങ്ങൾ ഓവർ ടൈം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും കർമ്മരംഗത്ത് ഉറപ്പിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും. അലക്ഷ്യമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്നതിനും വിപരീതമായ രീതിയിലുള്ള തകർച്ചയിലായിരിക്കും നിങ്ങൾ പോയി വീഴുന്നത്. സുഹൃത്തുക്കളിൽ നിങ്ങൾക്ക് പലതര പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. സുഹൃത്ത് ബന്ധങ്ങളിൽ നിങ്ങളുടെ രഹസ്യങ്ങളായി തന്നെ സൂക്ഷിക്കുക. നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ തീവ്രത അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ അവരോട് പറയുക, അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ അവർ തമ്മിൽ നടത്തുക, ബിസിനസ്സിൽ പാർട്ട്ണറാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് കൂടെ നിൽക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാകുവാൻ സാധ്യത കൂടുതലായി കാണുന്നു. വളരെയധികം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യും. ഈ ഒരു വർഷക്കാലഘട്ടം വളരെ ദോഷമാണ്. പൊതുപ്രവർത്തനങ്ങളിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്.
പ്രവൃത്തികളുടെ അലസത, അതായത് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി അലസത മാറ്റിവെച്ചേ പറ്റുകയുള്ളൂ. കാരണം അവർക്കൊരു തടസ്സം കാണുന്നുണ്ട്. ഈ PSC പോലുള്ള എക്സാമുകൾക്ക് പഠിക്കുന്നവരും അലസതയെല്ലാം വെടിഞ്ഞ് കൃത്യമായി പഠിച്ചാൽ മാത്രമേ ഒരു പുരോഗതിയോ നേട്ടമോ വന്നു ചേരുകയുള്ളൂ. അതിൽ തടസ്സങ്ങൾ കൂടുതലായി കാണുന്നുണ്ട്. ദാമ്പത്തിക ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷയങ്ങൾ കൂടുതൽ വർദ്ധിക്കുവാൻ സാധ്യത. അപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ സംസാരം, പെരുമാറ്റം എന്ത് തന്നെയായാലും കൃത്യമായി ആലോചിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ നിസ്സാരമായിട്ട് വഴക്ക്, അഭിപ്രായ വ്യത്യാസങ്ങളായി പിരിഞ്ഞിരിക്കുന്നവർ ഒന്ന് ആലോചിക്കുക. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ വാശിയും നിങ്ങളുടെ മനസ്സിലുള്ള പ്രതികാര ബുദ്ധിയും എല്ലാം മാറ്റിവെച്ചിട്ട് സ്വയം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇനി അങ്ങോട്ട് എങ്ങനെയാണ് വരുന്ന ഒരു 2 വർഷം, 3 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് എവിടെ നിൽക്കും? നിങ്ങളുടെ കുട്ടികളുടെ ലൈഫ് എവിടെ നിൽക്കും? എന്തായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, നിങ്ങളുടെ ജീവിതാന്തരീക്ഷം, ഏത് മേഖല? ഇതെല്ലാം ചിന്തിച്ചതിന് ശേഷം മാത്രം എടുത്തു ചാടി ഒരു തീരുമാനത്തിൽ പോവുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ പാടുള്ളൂ. കാരണം ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ ആവേശവും അല്ലെങ്കിൽ ദേഷ്യവും ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ വിജയിച്ചു എന്ന് കരുതി ചിന്തിക്കുകയും നിങ്ങൾ ആഹ്ലാദിക്കുകയും ചെയ്യും. അവരെ ഞാൻ പരാജയപ്പെടുത്തി, ഞാൻ ജയിച്ചു, ഞാൻ പറഞ്ഞതാണ് ശരി എന്നല്ല. 5 വർഷം കഴിഞ്ഞ് ചിന്തിച്ച് നോക്കുമ്പോൾ അറിയുവാൻ സാധിക്കും നിങ്ങൾ നിൽക്കുന്നത് വെറും 0-യിലായിരിക്കും. അല്ലെങ്കിൽ ജീവിതം വിജയത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. ജീവിതത്തിൽ നഷ്ടങ്ങളും പരാജയങ്ങളുമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കാണുന്ന ഒരു വ്യക്തികളും, നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളുടെ ബന്ധുക്കളും ആരും കൂടെ തന്നെ ഉണ്ടാകില്ല. ഒറ്റപ്പെട്ട ജീവിതത്തിൽ മാനസികപരമായ പല പ്രശ്നങ്ങളും നിങ്ങൾ തരണം ചെയ്യേണ്ടി വരും. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് ഇത്രയും പറയുന്നത്. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളെ നിസ്സാരമായി കണ്ട് നിങ്ങൾ സന്തോഷകരമായി ജീവിക്കുന്നതായിരിക്കും ഏറെ ഉത്തമം. നിങ്ങൾ ക്ഷമിക്കുന്നത് കൊണ്ട് നിങ്ങളവിടെ ഹീറോയാകുകയാണ്, നിങ്ങളവിടെ വലുതാകുകയാണ്, നിങ്ങൾക്ക് നേട്ടമുണ്ടാകുകയാണ്. അതൊന്നും മനസ്സിലാക്കാതെ, ക്ഷമയില്ലാതെ നിങ്ങൾ ചെറിയ രീതിയിലുള്ള അഹങ്കാരങ്ങളും തൻ്റെ ഇടവും കാണിക്കുന്നത് കൊണ്ടാണ് പല കുടുംബ പ്രശ്നങ്ങളും ഉണ്ടാകാൻ കാരണം. ക്ഷമിക്കും തോറും നിങ്ങൾക്ക് നേട്ടങ്ങളെ ഉണ്ടാകുള്ളൂ. എതിരെ നിൽക്കുന്ന ആളിനോട്, അതിപ്പോൾ പാർട്ണറാവാം അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ, അവരോടെല്ലാം ഒരു സോറി പറയുകയോ ക്ഷമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീരാവുന്ന പല പ്രശ്നങ്ങളുമാണ് വലിച്ചിഴച്ച് കോടതി വരെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക, ഒരു സോറി പറയുക. ഇതിലൊന്നും ആർക്കും ഒരു നഷ്ടം വരുന്നില്ല. സന്തോഷകരമായൊരു ജീവിതം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം, ഇതെല്ലാം കണക്കിലെടുത്ത് വാശിയും ദേഷ്യവും എല്ലാം ഉപേക്ഷിച്ച് ജീവിതം മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്വപ്നം കാണുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കൈക്കുമ്പിളിൽ കൂട്ടിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ദമ്പതികൾ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യവും ചെയ്യുക, പ്രവർത്തിക്കുക, സംസാരിക്കുക. അത് വളരെ നല്ലതായിരിക്കും. സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണപരമായ അനുഭവങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ പുരോഗതി ലഭിക്കും എന്നുണ്ടെങ്കിലും വളരെ ശ്രദ്ധ പുലർത്തുക. ഈ ധനം മുടക്കി ഇൻവെസ്റ്റ് ചെയ്തുള്ള വിഷയങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. മാനസികപരമായി നല്ല തൃപ്തി ഉണ്ടാകുകയും സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ കല്യാണം, അതുപോലെ തന്നെയാണ് വീടിൻ്റെ പാലുകാഴ്ച പോലുള്ള സംഭവങ്ങൾ, എന്ത് ചടങ്ങുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ നിന്നും അത് നടത്തുവാനോ അത് ചെയ്യുവാനോ എല്ലാം സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. താൽക്കാലികമായിട്ട് ജോലി ചെയ്യുന്ന പല വ്യക്തികൾക്കും സ്ഥിരം ജോലി ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതൽ കാണുന്നത്. നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. അവർക്കൊരു ആഴ്ചയിൽ 3 ദിവസം ജോലി കാണും, 4 ദിവസം ജോലി കാണില്ല. അല്ലെങ്കിൽ ഒരു 10 ദിവസം ജോലി ഉണ്ടെങ്കിൽ ആ ഒരു മാസക്കാലം പിന്നെ ജോലി കാണില്ല. ഈ കിട്ടുന്ന ശമ്പളത്തിലായിരിക്കും അവർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. എന്നാൽ അതിനൊരു മാറ്റം വരികയും നിത്യവും ജോലി ഉണ്ടാകുകയും ഒരു ശമ്പളത്തിൻ്റെ ഒരു വർധനവ്, അതായത് ഒരു വരുമാനം ഒന്ന് മിച്ചം പിടിക്കുവാനോ അല്ലെങ്കിൽ ഒന്ന് സേവ് ചെയ്യുവാനോ പറ്റുന്ന ഒരു സമയം കൂടിയാണിത്. തൊഴിൽപരമായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരും. യാത്രയിൽ ബുദ്ധിമുട്ടുകൾ വളരെയധികം നേരിടേണ്ടി വരും. എന്നാൽ ഈ ബുദ്ധിമുട്ടുകൾക്ക് നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക തന്നെ ചെയ്യുക. കുടുംബജീവിതം സൗഖ്യകരമായിട്ട് സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ പരദേവതകളെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പൂർവികരുടെ വാക്കുകളെ കൃത്യമായി അംഗീകരിക്കുകയും അതിൽ പിന്തുടർന്ന് പോവുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പരീക്ഷയിൽ വിജയം
ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നതാണ്. എന്നിരുന്നാലും വിദ്യാർത്ഥികളുടെ മടിയലസത മാറ്റിവെക്കുക. രോഗ അവസ്ഥകൾ കൂടുതലായി കാണാൻ സാധ്യതയുണ്ട്. അവയും ശ്രദ്ധിക്കുക. രോഗങ്ങളെ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നം കാണുമ്പോൾ തന്നെ ചികിത്സിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. നിങ്ങളുടെ ദോഷങ്ങൾ കുറയുന്നതിനും ഭാഗ്യങ്ങൾ കൂടുന്നതിനും വേണ്ടി നിങ്ങൾ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുകയും പുഷ്പാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്കോ നീരാഞ്ജനോ കഴിപ്പിച്ച് തൊഴുതു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും വിജയങ്ങൾ കൈവരിക്കുവാനും സാധിക്കും. അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള ചെറിയ രീതിയിലുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇവിടെ നമ്മുടെ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിൽ നടക്കുന്ന ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ വിഷയം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ പേരും നക്ഷത്രവും നിങ്ങളുടെ വിഷയം എന്താണ്, ഇപ്പോൾ പഠിക്കുന്നതിലാണോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടാണ്, പരീക്ഷ വിജയിക്കാൻ സാധിക്കുന്നില്ല, കുടുംബ പ്രശ്നമാണ്, കല്യാണത്തിൻ്റെ പ്രശ്നങ്ങളാണ്, സാമ്പത്തിക പ്രശ്നമാണ്, എന്തായാലും അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. പേര് നക്ഷത്രം നിങ്ങളുടെ വിഷയം എന്താണെന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മാസം തോറും നടക്കുന്ന എല്ലാ പൂജയിലും നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും അതിൽ നിന്നും ഒരു ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്കൊരു മാറ്റവും ഒരു ആശ്വാസവും ലഭിക്കുക തന്നെ ചെയ്യും. അതുതന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായി തീരുന്നത്. ഈ വിഷുഫലത്തിൽ നമ്മുടെ ഔട്ടം നക്ഷത്രക്കാർക്ക് പറയുമ്പോൾ ഉണ്ടാകുന്ന ഈ ഗുണഫലങ്ങൾക്ക് പകരം ദോഷഫലങ്ങളാണ് കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ഗുണഫലങ്ങളും ആ ഭാഗ്യ അനുഭവങ്ങളും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിച്ചതിന് ശേഷം ഇപ്പോഴത്തെ നിങ്ങളുടെ ദിശ അപഹാരം മനസ്സിലാക്കി അതിനുള്ള പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാനും ദോഷങ്ങൾ കുറയുകയും ചെയ്യും. നിങ്ങൾ ജാതകഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. വോയിസ് മെസ്സേജായിട്ട് തന്നെ മറുപടി നൽകുന്നതായിരിക്കും. നിങ്ങൾ ഔട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ നിങ്ങളുടെ ബന്ധുജന സഹായം കുറയുവാൻ സാധ്യത വളരെ കൂടുതലാണ്. സഹോദരങ്ങളിൽ നിന്നോ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളിൽ നിന്നോ അടുത്ത ബന്ധുക്കളിൽ നിന്നോ എല്ലാം സാമ്പത്തിക സഹായം അല്ലെങ്കിൽ ഒരു വിഷയം വരുമ്പോൾ കൂടെ ഉണ്ടാകും, ധൈര്യമായിട്ട് നിന്നുകൊള്ളൂ എന്ന് പറഞ്ഞ വ്യക്തികൾ ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോവുകയും നിങ്ങളോട് ഒരു അടുപ്പമില്ലാത്തതുപോലെ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ സാമ്പത്തികം ഇപ്പോൾ കയ്യിലില്ല എന്ന് പറയും. ഇങ്ങനെയെല്ലാം ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ബന്ധുക്കളിൽ നിന്നുള്ള ഗുണപരമായ അനുഭവങ്ങൾ കുറയുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അധികം ധനം ചിലവാക്കേണ്ടി വരുന്ന ഒരു വർഷം തന്നെയാണ്. പ്രതീക്ഷിക്കുന്നതിലും കൂടുതലും സന്താനങ്ങൾക്ക് വേണ്ടി ധനം ചിലവാക്കാൻ ഈ ഒരു വർഷത്തിൽ കഴിയുന്നു. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും ബഹുമാനങ്ങളും നല്ല രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും അവർക്ക് അതിൻ്റേതായ അവസരങ്ങളും ലഭിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. അനാവശ്യമായ ചിന്തകളിൽ മനസ്സിൽ വന്നു നിറയുന്ന ഒരു വർഷക്കാലം തന്നെയാണ്. മനസ്സിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ എല്ലാം ശരിയാണെന്ന് കരുതി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വലിയ വലിയ അബദ്ധങ്ങൾ പോയി ചാടുവാൻ സാധ്യതയുണ്ട്. മുതിർന്ന വ്യക്തികളോ അല്ലെങ്കിൽ നമ്മളൊരു വിഷയത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ആ വിഷയത്തിൽ പ്രവൃത്തി പരിചയമുള്ള ആൾക്കാരെടുത്തോ നിങ്ങൾ അവരുടെ ഉപദേശം സ്വീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങുന്ന ഏത് മേഖലയിലും നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കും. പ്രവർത്തന രംഗത്തെ അത് ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടുന്നതിന് വേണ്ടി നിങ്ങളുടെ ഇഷ്ടദേവതയെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. അത് വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ പഠിക്കുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പുരോഗതിയിൽ വരണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് നേട്ടമുണ്ടാകണമെങ്കിലോ നിത്യവും ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥിരമായി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും നിങ്ങളുടെ ഇഷ്ടദേവതയെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പൈതൃക സ്വത്ത് അനുഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. പിതൃക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നാൽ ലഭിക്കാതെ നമ്മുടെ കയ്യിൽ നിന്നും മാറി നിന്ന സ്വത്തുക്കൾ നമ്മുടെ കയ്യിൽ വരികയും അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ആദായം ലഭിക്കുവാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ആഗ്രഹിച്ച ഭക്ഷണങ്ങൾ ലഭിക്കാതെ വരുന്നൊരു സമയമാണ്. ഇതൊരു പറയുമ്പോൾ പലരും പറയാറുണ്ട് ഇതൊക്കെ ഒരു
കാര്യമാണോ നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്നില്ലേ? അപ്പോൾ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്നു എന്ന് പറയും. എന്നാൽ പലർക്കും അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കുവാൻ സാധിക്കാതെ വിഷമിച്ച് കഴിയുന്ന വ്യക്തികളുണ്ട്. അവർക്ക് അവരാഗ്രഹിച്ച രീതിയിലുള്ള വസ്ത്രങ്ങളും ഭക്ഷണവും അവരാഗ്രഹിച്ച രീതിയിലുള്ള താമസവും എല്ലാം ലഭിക്കുന്നത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നവും അവരുടെ സ്വർഗവുമായി അവർ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു നേരമെങ്കിലും അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഭക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതാണ് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെയുള്ളൊരു സന്തോഷങ്ങൾ ഈ അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ആരോഗ്യപരമായി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, കൂടുതലും പല്ല് സംബന്ധമായ അസുഖങ്ങൾ, പല്ലിനോ അല്ലെങ്കിൽ എല്ല് സംബന്ധമായ ഈ ജോയിൻറ്റ് പെയിനുകൾ, ബാക്ക് പെയിൻ എന്നിങ്ങനെയുള്ള പെയിനുകൾ ഉണ്ടാകാനും, അതുമാത്രമല്ല ചെറിയ രീതിയിലുള്ള വാഹന അപകടങ്ങൾക്ക് വരെ സാധ്യതയുണ്ട്. അങ്ങനെ അപകടം സംഭവിച്ചാൽ നിങ്ങൾക്ക് പല്ലിനോ അല്ലെങ്കിൽ എല്ലിനോ കേടുപാടുകൾ വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. നിങ്ങൾ വാഹനം ഓടിക്കുന്ന വ്യക്തികൾ കൃത്യമായി അതിൻ്റെ നിയമങ്ങൾ പാലിച്ച് തന്നെ മുന്നോട്ട് പോകുക. ഉന്നത വിദ്യാഭ്യാസത്തിന് അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരും. വിദേശ രാജ്യങ്ങളിൽ തന്നെ പോകേണ്ടി വരും. അവിടെ നിന്ന് ജോലി ലഭിക്കുവാനും അല്ലെങ്കിൽ അതിൽ സെറ്റിലാവാനും നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നേട്ടമുണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഒരു വർഷകാലഘട്ടം. കൂടാതെ നിങ്ങൾക്ക് ആഡംബര ജീവിതത്തിന് വേണ്ടി ഒരുപാട് ധനം ചെലവാകുന്നതായി കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധയിൽപ്പെടുത്തുക. വളരെ ശ്രദ്ധയോടുകൂടി അതിനെ നിങ്ങൾ തന്നെ സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്നിടത്ത് നിന്നും നിങ്ങൾക്ക് ജീവിത ഒരു സേവിങ്സ് ലഭിക്കാതെ വരികയും നിങ്ങളുടെ കയ്യിലെ ധനം മുഴുവനും ആഡംബര ജീവിതത്തിന് വേണ്ടി തീരുകയും ചെയ്യുന്നതാണ്. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാൻ സാധിക്കുന്ന നക്ഷത്രമാണ്. ഈ ഒരു വർഷം നിങ്ങൾ എടുക്കുന്ന പരീക്ഷയിലെല്ലാം നിങ്ങൾക്ക് വൻ വിജയങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കൂടാതെ ചെറിയ രീതിയിലുള്ള ഒരു ലോട്ടറി ഭാഗ്യമോ അല്ലെങ്കിൽ ഒരു നറുക്കെടുപ്പിൽ നിങ്ങളുടെ പേര് വരികയോ അങ്ങനെയുള്ള ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ വളരെ അധികം സൂക്ഷിക്കുക. കാരണം നിങ്ങൾ ഒരാളിനെ പോലും കടമായി കൊടുക്കരുത്. അവരെ സഹായിക്കാം, തിരികെ കിട്ടിയില്ല എന്ന് കരുതി സഹായിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ കടമായി കൊടുത്തു കഴിഞ്ഞാൽ ഈ പണം ഒരിക്കലും നിങ്ങൾക്ക് തിരികെ കിട്ടുകയില്ല. കടം കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നും വാങ്ങിച്ച് നിങ്ങൾ ഇടപെട്ട് കൊടുക്കുകയോ ചെയ്യുവാൻ പാടില്ല. മാത്രമല്ല നിങ്ങൾ ഒരു വ്യക്തിയുടെ ജാമ്യം നിൽക്കുകയോ അവരെ സഹായിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ കടം വീട്ടേണ്ടി വരുന്നു. അവസാനം ആ വ്യക്തി വീട്ടുന്നില്ല, നിങ്ങൾ വീട്ടേണ്ടി വരികയും നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാകാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി അത് നിയമപരമായി പാലിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ വളരെ വലിയൊരു കുഴിക്കകത്ത് നിങ്ങൾ പോയി അകപ്പെടാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. ഗൃഹനിർമ്മാണത്തിന് ചിലവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വീട് പണിയുന്നവർക്കോ അല്ലെങ്കിൽ വസ്തു വാങ്ങുന്നവർക്കോ അവരുടെ അധിക പണം നൽകി വാങ്ങുവാൻ സാധ്യതയുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെ ഗൃഹോപകരണങ്ങൾ കേടുപാട് സംഭവിക്കുക, പെട്ടെന്ന് അതിനുവേണ്ടി ധനം ചിലവാക്കുക, വീടൊന്ന് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി പണം ചിലവാക്കുക, പുതിയ വാഹനം വാങ്ങുന്നതിന് വേണ്ടി പണം ചിലവാക്കുക, അല്ലെങ്കിൽ പഴയ വാഹനം മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് വേണ്ടി പണം ചിലവാക്കുക. അങ്ങനെ എല്ലാം ചിലവുകൾ വളരെ കൂടുതലായി കാണുന്ന സമയമാണ്. സുഹൃത്തുക്കളിൽ നിന്നും ഗുണപരമായ ഒരു അഭിപ്രായം അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സഹായം എല്ലാം പ്രതീക്ഷിക്കാം. അവരിൽ നിന്നുള്ള സഹായം ഉണ്ടാകുകയും ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണപരമായ അനുഭവങ്ങൾ വർദ്ധിക്കുവാനും ദോഷകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ നിന്ന് കുറയുവാനും വേണ്ടി നിങ്ങൾക്ക് ദുർഗാ ദേവി ക്ഷേത്ര ദർശനം നടത്തുകയും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, പുഷ്പാഞ്ജലി നടത്തുക, വഴിപാട് നടത്തുക, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. ചതയം നക്ഷത്രം. ചതയം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അവരുടെ പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസങ്ങളിലും ക്ഷേത്രങ്ങളിലും നടക്കുന്ന ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന വണ്ണം പൂജ നടന്നു പോരുകയാണ്.
അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെയും പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടോ ജോലി സംബന്ധമായിട്ട് വിവാഹ സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ആ വിഷയവും എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എല്ലാവരുടെ പേരും കൃത്യമായി അതിൽ ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളുടെ ജാതകത്തിൽ ഈയൊരു സമയത്തുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് കൂടി പരിശോധിക്കുക. കാരണം ഈ ഒരു വിഷുഫലത്തിൽ ചതയം നക്ഷത്രക്കാർക്ക് പറയുന്ന ഗുണദോഷ ഫലങ്ങളിൽ ഗുണഫലം കൂടുതലായി ലഭിക്കുന്നില്ല, ദോഷഫലങ്ങളാണ് ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ ജാതകമൊന്ന് പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ അതിനുള്ള പരിഹാര മാർഗം കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ നേട്ടങ്ങളുണ്ടാകുകയും ദോഷങ്ങൾ കുറയുകയും ചെയ്യും. ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്മുടെ ഈ ഒരു വർഷം വിഷു കാലഘട്ടം മുതൽ അടുത്ത വിഷു കാലഘട്ടം വരെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചതയം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പുതിയ സുഹൃത്ത് ബന്ധം മുഖേന ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷക്കാലഘട്ടം തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന മേഖലയിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കയറുവാൻ സാധിക്കാതെ പകച്ചു നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളോടൊപ്പം വരികയും നിങ്ങളെ കൈപിടിച്ച് നിങ്ങളുടെ ലക്ഷ്യസ്ഥലങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസപരമായി സുഹൃത്തുക്കളുടെ ഒരുപാട് സഹായം നിങ്ങൾക്കുണ്ടാകും. ജോലി സംബന്ധമായിട്ടും നിങ്ങളുടെ ജോലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടും, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ ഒരു പാർട്ട്ണറായിട്ടും കൂടെ നിൽക്കുകയും നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകുകയും അതിനോടൊപ്പം അവർക്കും സന്തോഷമുണ്ടാകുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. നല്ല രീതിയിൽ സുഹൃത്തുക്കളെ കൊണ്ടുള്ള ഗുണപരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ആത്മീയ വിഷയങ്ങളിൽ താല്പര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. തീർത്ഥയാത്രകൾ, ക്ഷേത്ര ദർശനങ്ങൾ, അവിടത്തേക്കുള്ള പൂജകൾ, വഴിപാടുകൾ, ഇതിനൊക്കെ താല്പര്യം കൂടുകയും പുണ്യ സ്ഥലങ്ങൾ, ശബരിമല പോലുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ തിരുപ്പതി ഇങ്ങനെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. തൊഴിൽ രംഗങ്ങളിൽ നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ മാത്രമേ നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ചില വ്യക്തികൾക്ക്, നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. സ്വന്തം പ്രയത്നത്തിൽ നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. ഏത് മേഖലയിലായാലും ശരി, അപവാദം കേൾക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. പ്രത്യേകിച്ച് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. ഓഫീസുകൾ വർക്ക് ചെയ്യുന്നവർ വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള അപവാദങ്ങൾ കേൾക്കേണ്ടി വരികയും അതിൽ മുഖാന്തരം കുടുംബത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം എടുത്തു ചാടി ഓരോ കാര്യങ്ങൾക്കും ഇറങ്ങാതിരിക്കുക. കാരണം ഈ പ്രശ്നം കുടുംബത്തിൽ ബാധിക്കുകയും കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ എന്ത് കാര്യത്തിനായിരുന്നാലും കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സത്യസന്ധത മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സംസാരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. മുൻകോപം നിയന്ത്രിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പെട്ടെന്നുള്ള മുൻകോപം കൊണ്ട് മാത്രമായിരിക്കും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വന്നു ചേരുന്നത്. ദാമ്പത്തിക ജീവിതത്തിലുള്ള അസ്വാരസ്യങ്ങൾ നിങ്ങൾ സ്വയം പരിഹരിച്ച് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങളെയും നിങ്ങളുടെ സന്തോഷത്തെയും അത് ബാധിക്കുക തന്നെ ചെയ്യും. മാതാപിതാക്കളുടെ ശാരീരികമായ അസ്വസ്ഥതയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ധനം ചെലവാക്കുകയും സമയം ചെലവാക്കുകയും അവരോടൊപ്പം കഴിയേണ്ടി വരികയും ചെയ്യുന്ന അവസരങ്ങളാണ് ഈ ഒരു വർഷക്കാലഘട്ടം കണ്ടുവരുന്നത്. സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. സാമ്പത്തികം അനാവശ്യമായി ചെലവാക്കാതിരിക്കുന്നതും നല്ലതായിരിക്കും. തൊഴിൽപരമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു ആശ്വാസം ഈ ഒരു വർഷം ലഭിക്കുക തന്നെ
ചെയ്യും. യാത്രകൾ വേണ്ടിവരും. യാത്രയിൽ വിജയങ്ങൾ കൈവരിക്കും എന്ന് ഉറപ്പിച്ച സ്ഥലത്തായിരിക്കും അവസാന ഘട്ടത്തിൽ പരാജയത്തിൽ പോയി വീഴുന്നത്. അതുകൊണ്ട് വിജയം കൈവരിച്ചതിന് ശേഷം മാത്രം അത് പുറത്തു പറയുകയും അല്ലെങ്കിൽ അതിൽ സന്തോഷിക്കുവാൻ പാടുള്ളൂ. അവസാന നിമിഷങ്ങളിൽ നിങ്ങൾക്ക് പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി, അതായത് സഹോദര തുല്യമായി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ സാമ്പത്തിക ചിലവ് നടത്തുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സമയം ചിലവാക്കുകയൊക്കെ ചെയ്യുന്ന സമയമുണ്ട്. എന്നാൽ അവരിൽ നിന്നും തിരിച്ചുള്ള പ്രതികരണങ്ങൾ, ഇതിനു ശേഷം അവരിൽ നിന്ന് തിരിച്ചുള്ള പ്രതികരണങ്ങൾ നിങ്ങളുടെ മനസ്സിന് ദുഃഖം തരുന്ന രീതിയിലായിരിക്കും. അത് ചിലപ്പോൾ കൂടെ പിറന്ന സഹോദരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളായിരിക്കാം, അല്ലെങ്കിൽ അകന്ന ബന്ധുക്കളായിരിക്കാം, അല്ലെങ്കിൽ സഹോദര തുല്യം കാണുന്ന വ്യക്തികളായിരിക്കാം. അവരോട് നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും നിങ്ങൾക്ക് തിരിച്ച് അതൊന്നും ലഭിക്കാതെ വരികയും ചെയ്യുന്നൊരവസ്ഥയാണ് കാണുന്നത്. ആത്മാർത്ഥത എല്ലാത്തിനും നല്ലതാണ്, പക്ഷേ അത് എതിരെ നിൽക്കുന്ന ആളിൻ്റെയും മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ആരോഗ്യപരമായിട്ട് ഇടയ്ക്കിടെ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ വേണ്ടിയുള്ള വിവാഹം പോലുള്ള കർമ്മങ്ങൾ നടക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ധനപരമായ ചിലവുകളും ഈ ഒരു അവസരത്തിൽ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. നിങ്ങൾക്ക് വിവാഹ സംബന്ധമായ തടസ്സം നേരിട്ടുകൊണ്ടിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറുവാനും അത് വിവാഹത്തിൽ എത്തിച്ചേരുവാനും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. വിവാഹ തടസ്സം മാറുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. എന്നിരുന്നാൽ പ്രണയിക്കുന്ന വ്യക്തികൾക്ക് പ്രണയ പരാജയമാണ് കാണുന്നത്. ആത്മാർത്ഥമായി പ്രണയിക്കുന്നവർക്ക് അവരുടെ പ്രണയം സക്സസ് ആകാതെ വിജയത്തിൽ എത്തിച്ചേരാതെ നിരാശയോടുകൂടി ജീവിതം മുന്നോട്ട് പോകേണ്ട അവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ വിഷമങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതത്തിൽ മുന്നേറുക. ഇതുമാത്രമല്ല ജീവിതം, ഇതിനപ്പുറം ഒരുപാടുണ്ട്. ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കുവാനുണ്ട്. നമ്മൾ എവിടെയാണോ പരാജയപ്പെടുന്നത് എന്നാൽ അതിന് വിപരീതമായി മറ്റൊരു സ്ഥലത്ത് നമുക്ക് വിജയിക്കുവാൻ സാധിക്കും. പണ്ടുള്ളവർ പറയുന്നത് പോലെ നമ്മളുടെ ഇന്നത്തെ വീഴ്ചയാണ് നാളത്തെ ചവിട്ടുപടിയായി മാറുന്നത്. ഇന്ന് നമ്മൾ ഒരു അപമാനിക്കപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ പ്രണയം നഷ്ടപ്പെടുകയോ നമുക്ക് ആഗ്രഹിച്ച ജീവിതം നേടിയെടുക്കുവാൻ സാധിക്കാതെയോ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 5 വർഷം കഴിയുമ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കും, നമ്മൾ തന്നെ പറയും, അന്ന് എനിക്ക് അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് എനിക്കിന്ന് ഇത്രയും ഉയരങ്ങളിൽ എത്തുവാൻ സാധിച്ചത്, ഇത്രയും നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചത് എന്നല്ല. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന പരാജയങ്ങൾ, അപവാദങ്ങൾ പറയുക, നിങ്ങളെ അപമാനിക്കുക, നിങ്ങൾ തളർന്നു പോവുക, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുക, ആരും ഇല്ലാത്തൊരവസ്ഥയിൽ ഒറ്റയ്ക്കാകുക, ഇതെല്ലാം വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുക, നാളെ നിങ്ങൾക്കൊരു ദിവസമുണ്ട്, നിങ്ങൾക്കൊരു വിജയം വരും, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ അവരുടെ ഹീറോയായ മുന്നിൽ നിൽക്കുവാൻ സാധിക്കും. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വിഷമങ്ങളെ അതിൻ്റെ വഴിക്ക് വിട്ടിട്ട് ആത്മാർത്ഥമായി ജീവിതം ഒരു ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ വളർച്ചയിൽ അസൂയപ്പെടേണ്ടി വരും. ഇത്രയും എനിക്ക് വലിയൊരു മേഖലയിൽ എത്തിച്ചേരുവാൻ സാധിച്ചു, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു സ്ഥലത്ത് എത്തിച്ചേരുവാൻ സാധിച്ചു, ജീവിതം ഇത്രയും സന്തോഷകരമായി ജീവിക്കുവാൻ സാധിച്ചു, ഇതെല്ലാം കാരണം എനിക്ക് അന്ന് വന്ന നഷ്ടമായിരുന്നു എന്ന് വിചാരിക്കുകയും നമുക്ക് സന്തോഷകരമായി അതിനുശേഷം ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യാം. ഈ ഒരു സമയത്ത് അത് പ്രണയത്തിനുണ്ടാകുന്ന പരാജയങ്ങൾ സീരിയസ് ആയി കാണാതെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങൾ മാറുന്നതിന്, നേട്ടങ്ങൾ വരുന്നതിനും വേണ്ടി ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പുഷ്പാഞ്ജലികളെല്ലാം അർപ്പിച്ച് മുന്നോട്ട് പോയാൽ വളരെ നല്ലതായിരിക്കും. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. എന്നാൽ ഈ പറയുന്ന ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. ജാതകം പരിശോധിച്ചതിന് ശേഷം അതിലെ ഇപ്പോഴത്തെ ദശ അപഹാരം മനസ്സിലാക്കുകയും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ രാഹു, കേതു, ശനി, വ്യാഴം എന്നീ ഗ്രഹങ്ങൾ രാശി മാറുകയാണ്. ഈ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തെ എന്തുമാത്രം ബാധിക്കുന്നു എന്നിതെല്ലാം മനസ്സിലാക്കുകയും അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ദോഷങ്ങൾ കുറയുകയും ഗുണപരമായ നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും.
നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം പരിശോധിക്കുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദോഷങ്ങൾക്കും നിങ്ങൾ ക്ഷേത്രങ്ങൾ നടത്താറുള്ള വഴിപാടുകൾക്കും ഫലം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസത്തും ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടത്തുകയാണ്. അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്, വിവാഹമാണ് എന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിൽ അത്, ജോലി സംബന്ധമായിട്ടാണെങ്കിലും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ചിലവുമില്ലാതെയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ അതിനുവേണ്ടി ഒരു ചിലവും നടത്തേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരുടെയും പേരും നക്ഷത്രവും കൃത്യമായി രേഖപ്പെടുത്തുകയും ആ പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു ചെറിയൊരു മാറ്റം, ചെറിയൊരു ആശ്വാസം നമ്മുടെ പ്രാർത്ഥനയിലൂടെയും പൂജയിലൂടെയും ലഭിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമായി കാണുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലെ കമൻറ്റ് ബോക്സിൽ പേര് നക്ഷത്രവും നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന പ്രശ്നം എന്താണ് അതും ഒന്ന് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തി പൂജ നടത്തുക തന്നെ ചെയ്യും. അപ്പോൾ പുരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന വിഷുഫലത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സന്താനങ്ങൾക്ക് വേണ്ടി ധാരാളം ധനം ചെലവാക്കേണ്ടി വരുന്ന ഒരു വർഷം തന്നെയാണ്. ദേഹസുഖം കുറയുവാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. അത് ഹോസ്പിറ്റൽ വാസം കാണുന്നുണ്ട്. അതിനുവേണ്ടി ധനച്ചിലവുകളും കാണുന്നുണ്ട്. സൂക്ഷിക്കുക. ഈ ഒരു വർഷം ആരോഗ്യപരമായി പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. ചെറിയ രീതിയിലുള്ള ഹോസ്പിറ്റൽ വാസം അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സ്റ്റിച്ച് ഇടേണ്ട ഒരു യോഗമോ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള നഷ്ടങ്ങളും ഈ ഒരു സമയത്ത് വരാൻ സാധ്യതയുണ്ട്. കാരണം ഹോസ്പിറ്റൽ വാസം പോലുള്ള കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോഴേക്കും ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടി വരികയും അല്ലെങ്കിൽ പുതിയൊരു ഗൃഹം വയ്ക്കുവാനും അല്ലെങ്കിൽ വസ്തു വാങ്ങുവാനും സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. വാഹന സംബന്ധമായ നേട്ടങ്ങളും ഈ ഒരു സമയം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. പുതിയ വാഹനം വാങ്ങുക, അല്ലെങ്കിൽ കയ്യിലുള്ള വാഹനം മാറ്റി മറ്റൊരു വാഹനം വാങ്ങുകയോ, അതുമാത്രമല്ല വാഹന സംബന്ധമായിട്ട് ജോലി ചെയ്യുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന സമയമാണ്. നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾ, അതായത് ഡ്രൈവർമാർ അല്ലെങ്കിൽ അതിൻ്റെ മെക്കാനിക്ക്, ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് നിത്യവും ജോലി ഉണ്ടാകുകയും അല്ലെങ്കിൽ അത് മുഖാന്തരം ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ലാഭം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം കിട്ടുന്ന ഒരു വർഷവും കൂടിയാണ്. ജോലി സംബന്ധമായിട്ടൊരു നേട്ടം നമുക്ക് കാണുന്നുണ്ട്. ധനപരമായ നേട്ടവും കാണുന്നുണ്ട്. അടുത്ത ബന്ധുക്കളുമായി ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സംസാരം നിയന്ത്രിക്കുക. പ്രത്യേകിച്ച് അടുത്ത ബന്ധുക്കളുമായിട്ടുള്ള സംസാരം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. തൊഴിൽ സംബന്ധമായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരും. യാത്രയിൽ നേട്ടങ്ങളും വന്നു ചേരും. ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം നടത്തുകയും എന്നാൽ അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ അപ്പുറം നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കുന്ന വർഷം തന്നെയാണ്. ദ്രോഹങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റേതായ സാമ്പത്തിക ഭദ്രതയും കൈവരിക്കുക. ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം ലഭിക്കുവാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ജലസംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ ബാധിക്കുവാനും സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥയാണ് ഈ ഒരു വർഷം പുരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കാണുന്നത്. അപ്പോൾ അതിനെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. തൊഴിലിൽ നേട്ടം, സാമ്പത്തിക നേട്ടം, നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. അനാവശ്യമായ മാനസിക ഉത്കണ്ഠ മൂലം ഗൃഹത്തിൽ സന്തോഷമില്ലായ്മ, കുഞ്ഞുങ്ങളുടെ ഇടയിൽ, അതായത് സന്താനങ്ങൾക്കിടയിൽ സന്തോഷമില്ലായ്മ, ഓഫീസിൽ സന്തോഷമില്ലാത്ത അവസ്ഥ, ബിസിനസ്സിൽ സന്തോഷമില്ലാത്ത അവസ്ഥ. എന്തിനാണ് ഭയപ്പെടുന്നത്? ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും അത് നേരിടേണ്ടതാണ്. നേരിട്ടുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രവൃത്തികളിലും വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം വരും എന്ന് കരുതി കാത്തിരുന്ന് വിഷമിക്കുകയും പേടിക്കുകയും ചെയ്താൽ ഇന്നുള്ള ജീവിതം നമുക്ക് നരകതുല്യമായി മാറും. എന്ത് വന്നാലും വരുന്നിടത്ത് വെച്ച് കാണുക. അത് വരുന്നത് വരെയുള്ള അപമാനങ്ങളും അല്ലെങ്കിൽ അത് ബാധിക്കുന്ന വരെയുള്ള അപമാനങ്ങളും അല്ലെങ്കിൽ അതിനുള്ള പേടിയും അതിനുള്ള ദോഷങ്ങളും അതിനുള്ള പരിഭവങ്ങളും മാത്രമേ ഉണ്ടാകുള്ളൂ. വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമേ അല്ല. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല.
അതുകൊണ്ട് ഒരു വിഷയം ഉണ്ടാകുന്നത് വരെ നമ്മൾ അതിന് കാത്തിരുന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്തു വന്നാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള മനോഭാവത്തിൽ നിങ്ങൾ നേരിട്ടിറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. മാനസിക ധൈര്യത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, കുടുംബത്തിലെ ആനന്ദത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. അടുത്ത 6 മാസത്തിനുള്ളിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ ജോലിയിലൊരു പ്രശ്നം വരും എന്ന് കരുതി പേടിച്ച് ഭയന്ന് വീട്ടിൽ വന്നിരുന്നാൽ വീട്ടിൽ അടുത്തുള്ള 6 മാസ കാലഘട്ടം സന്തോഷമില്ല, കുഞ്ഞുങ്ങളുമായിട്ടൊരു സന്തോഷമില്ല. ഒന്നും നോക്കണ്ട. അടുത്ത 6 മാസം കഴിഞ്ഞിട്ട് ഇതല്ലെങ്കിൽ ഇതിനപ്പുറം ഒരു ജോലി നമുക്ക് വരും, നമുക്കത് നേടിയെടുക്കാം, അതിലൂടെ സന്തോഷകരമായി ജീവിക്കാമെന്ന് പറഞ്ഞ് ഉള്ള ജീവിതം സന്തോഷകരമായി ജീവിച്ച് മുന്നോട്ട് പോകുന്നത് അത്യാവശ്യം തന്നെയാണ്. എന്ത് തന്നെ പ്രശ്നം വന്നാലും മാനസിക ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം നല്ല രീതിയിലുള്ള ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. ഉദര സംബന്ധമായിട്ടും ചില ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് കൃത്യമായി ഹോസ്പിറ്റലിൽ ചെക്കപ്പെല്ലാം നടത്തേണ്ടത് നല്ലത് തന്നെയാണ്. അടുത്ത നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളെ പറ്റിക്കുവാനോ ചതിക്കുവാനോ അല്ലെങ്കിൽ സാമ്പത്തികപരമായ നഷ്ടം വരുത്തുവാനോ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂടെ നിൽക്കുകയായിരിക്കും, നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും കൂടെ നടക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും ചിലപ്പോൾ സാമ്പത്തികപരമായി നിങ്ങളെ തകർക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കുവാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായ അപവാദങ്ങൾ പറയുവാനും നോക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ അദ്ദേഹത്തിനോട് തുറന്നു പറയാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സ്വന്തം കാര്യം നോക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലത് തന്നെയായിരിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയൊരു പരിഹാരം എന്നവണ്ണം ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ സ്ത്രീയായാലും ശരി പുരുഷനായാലും ശരി വ്രതത്തോടു കൂടി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത്. അതായത് ആഹാരം കഴിക്കാതിരിക്കണം എന്ന് പറയുന്നില്ല. നോൺ വെജ് എല്ലാം ഒഴിവാക്കിയതിനു ശേഷം ഭഗവാനെ നിങ്ങൾ വ്രതമെടുത്ത് തന്നെ ഭഗവാന്റെ നാമജപത്തോടു കൂടി ഭഗവാന് ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന് ജലധാര നടത്തുകയും പുഷ്പാഞ്ജലിയെല്ലാം നടത്തുകയും ചെയ്ത് മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ആരോഗ്യപരമായിട്ടുള്ള ദോഷങ്ങൾ മാറുകയും സന്തോഷകരമായ ജീവിതം നയിക്കുവാനും സാധിക്കും. കഴിയുമെങ്കിൽ പക്കന്നാൾ വരുന്ന ദിവസങ്ങളിൽ മൃത്യുഞ്ജയ ഹോമമോ അല്ലെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നതും നല്ലത് തന്നെയായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അവർക്കുണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ വീഡിയോയിൽ ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഭാഗ്യാനുഭവങ്ങൾ, ഗുണപരമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകത്തിൽ ഇപ്പോഴത്തെ ദശാപഹാരം കൂടാതെ വ്യാഴം, ശനി, രാഹു, കേതു ഇവരെല്ലാം രാശി മാറുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം അതിൻ്റേതായ ചെറിയൊരു പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ വിഷുഫലത്തിൽ പറയുന്ന എല്ലാ ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ വരികയും നിങ്ങളുടെ ദോഷങ്ങൾ കുറയുകയും ചെയ്യും. അപ്പോൾ ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. കൂടാതെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ എല്ലാ മാസവും നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങളുടെ വിഷയവും അടിസ്ഥാനമാക്കി പ്രാർത്ഥനയും പൂജയും നടത്താറുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ പേരും നക്ഷത്രവും വിഷയവും എന്താണെന്ന്, നിങ്ങളിപ്പോൾ വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ വസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നം, വീട് സംബന്ധമായ പ്രശ്നം, ആരോഗ്യ പ്രശ്നം ഇതെല്ലാം മാറുന്നതിനുവേണ്ടി അത് കാര്യങ്ങൾ പറഞ്ഞ് തന്നെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ പേരും നക്ഷത്രവും ആ വിഷയവും എന്താണെന്ന് ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് അതിനുള്ള നേട്ടങ്ങൾ ഉണ്ടാകുകയും തടസ്സങ്ങൾ മാറുകയും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാനും സാധിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന കാലഘട്ടമാണ്. അത് സ്ത്രീയായാലും ശരി പുരുഷനായാലും ശരി, നിങ്ങൾക്ക് ഓപ്പോസിറ്റുള്ള ആളുമായിട്ട് അഭിപ്രായ വ്യത്യാസം വളരെ കൂടുതലായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കാരണം
നിങ്ങൾ എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നു. ആ തീരുമാനത്തിൻ്റെ പേരിൽ പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അതിൻ്റെ ഇടയിൽ സുഹൃത്തുക്കളുടെ വാക്കുകളും ബന്ധുക്കളുടെ വാക്കുകളും കേട്ട് അകലുകയും പിരിയുകയും എല്ലാം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും കൂടി പരിഗണനയിൽ എടുക്കേണ്ടതാണ്. കാരണം നിസ്സാര കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഓരോ പ്രശ്നങ്ങളിലും പിരിയുക അകലുക എന്നെല്ലാം ഉണ്ടാകുന്ന വിഷയങ്ങൾ. അപ്പോൾ എടുത്തുചാട്ടം മൂലമാണ് പല പ്രശ്നങ്ങളും ആരംഭിക്കുന്നത്. അതൊന്ന് നിയന്ത്രിക്കുക. നമ്മളാണ് വലുത്, അതായത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളാണ് തെറ്റ് ചെയ്തത്, ഞാൻ ശരിയാണ് ചെയ്തത്, ഇങ്ങനത്തെ ചിന്താഗതിയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ക്ഷമയില്ലാതെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ക്ഷമിക്കുക, ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ക്ഷമയില്ലാതെ ഓരോ പ്രവൃത്തിക്കും ക്ഷമയില്ല. ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെയാണ് നിങ്ങൾ ജീവിതത്തിൽ വലിച്ചിഴച്ച് വലിയ വലിയ പ്രശ്നങ്ങളാക്കി മാറ്റിക്കൊണ്ടേയിരിക്കുന്നത്. തിരിച്ചൊരു സോറി പറയുകയോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റാണെന്ന് സമ്മതിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീരാവുന്ന കുടുംബ പ്രശ്നങ്ങൾ മാത്രമേ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നുള്ളൂ. പരസ്പരം അല്പം തൻ്റെ ഇടവും അഹങ്കാരവും എല്ലാം വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അടിമയാക്കി കാണുക, അല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് ദേഷ്യപ്പെടുക, അയാൾ നമ്മളുടെ ഒരു സുഹൃത്ത് എന്ന രീതിയിലുള്ള പരിഗണന പോലും കൊടുക്കാതെ സംസാരിക്കുമ്പോഴാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാവർക്കും മനസ്സും അല്ലെങ്കിൽ സന്തോഷവും ആഗ്രഹങ്ങളും ഉള്ള വ്യക്തികളാണ്. അപ്പോൾ നിങ്ങൾ കുടുംബജീവിതത്തിൽ വളരെ അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഈ ഒരു വർഷം ഉത്രട്ടാതി നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും വരുന്നുവെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക, വിട്ടുവീഴ്ച ചെയ്യുക, സോറി പറയുക, അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുക. ഞാനാണ് വലുതെന്ന് ആര് അവിടെ കണക്കാക്കുന്നു അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം സംസാരം, എടുത്തുചാട്ടം നിയന്ത്രിച്ച് മുന്നോട്ട് പോയാൽ നല്ലൊരു ജീവിതം, സന്തോഷകരമായ ജീവിതം നമുക്ക് നമ്മുടെ കൺമുന്നിൽ തന്നെ വളർത്തിയെടുക്കുവാൻ സാധിക്കും. നമുക്ക് എന്തൊക്കെ നേട്ടമുണ്ടായാലും എന്തൊക്കെ സന്തോഷമുണ്ടായാലും കുഞ്ഞുങ്ങൾ കൂടെയുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ കുഞ്ഞുങ്ങളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുവാൻ വേണ്ടി വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത്രയും വിശദമായി ഈ കാര്യങ്ങൾ പറയുവാൻ കാരണം ചെറിയ ദോഷമല്ല കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വർഷക്കാലഘട്ടം വളരെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. തൊഴിലിൽ നല്ലൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ഥലം മാറുവാനുള്ള സാധ്യതയെല്ലാം കൂടുതലായി കാണുന്നുണ്ട്. മാനസികപരമായ സന്തോഷം വർദ്ധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് കടമിടപാടുകളുണ്ട്, അതായത് സാമ്പത്തികപരമായ കടങ്ങൾ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവ കൃത്യമായി കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പറയുക, എനിക്ക് ഈ ഒരു മാസം തരാൻ പറ്റില്ല, അടുത്ത മാസം തരാം എന്ന്. അല്ല ഞാൻ തരും എന്ന് പറഞ്ഞ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിനെ വെറുതെ വിഷമിപ്പിക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഒരു വാക്കാണ്, ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ, അടുത്ത ആഴ്ച തരാം എന്ന് പറയും. പക്ഷേ ഈ ഒരു വാക്കിൻ്റെ ബലത്തിൽ എതിരെ നിൽക്കുന്ന ആൾ ഒരുപാട് പ്രതീക്ഷകൾ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടായിരിക്കും. ഈ ഒരു ധനം കിട്ടിയതിന് ശേഷം അയാൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കിത് കിട്ടാതെ വരുമ്പോൾ അത് ഒരുപാട് വിഷമിക്കുവാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം വാക്കുകൾ പറയുക, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾക്ക് വളരെ നല്ലത് തന്നെയായിരിക്കും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും. ജോലിയിൽ നേട്ടമുണ്ടാകും. വിദേശത്ത് വിദ്യാഭ്യാസം നടത്തണം എന്നാഗ്രഹിക്കുന്നവർക്കും നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്ന വർഷം തന്നെയാണ്. വിദേശ ജോലിക്ക് നേട്ടമുണ്ടാകും, വിദ്യാഭ്യാസത്തിന് നേട്ടമുണ്ടാകും, വിദേശ യാത്ര പോകുവാൻ സാധിക്കും, വിദേശത്ത് കുടുംബത്തോടൊപ്പം താമസിക്കുവാൻ സാധിക്കും. അങ്ങനെ എല്ലാം സന്തോഷങ്ങൾ കൈവരിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. ബന്ധുജനങ്ങളുടെ ഗുണവും സന്തോഷവും സുഖവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. യാത്രകൾ കൂടുതലായി വേണ്ടി വരുന്ന ഒരു വർഷം തന്നെയാണ്. മാതാവിൻ്റെയോ മാതാവിൻ്റെയോ അമ്മാവൻ്റെയോ അതുമാത്രമല്ല നമ്മൾ അമ്മാവനായി കാണുന്ന വ്യക്തികൾക്കോ അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന വ്യക്തികൾക്ക് വേണ്ടി ആരോഗ്യപരമായിട്ടുള്ള ചിലവുകൾ നമുക്ക് കൂടുതലായി വേണ്ടി വരും. തൊഴിൽ രംഗത്ത് അന്യരെ ഇടപെടുത്താതിരിക്കുന്നത് വളരെ നല്ലതാണ്. ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക, സാമ്പത്തിക ഇടപാടുകളിൽ
ഒരു പാർട്ട്ണറെയും ഉൾപ്പെടുത്തരുത്. കാരണം അത് വലിയൊരു വിപത്തിലേക്ക് പോയി വീഴുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഉത്രട്ടാതി നക്ഷത്രക്കാരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ബിസിനസ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ മറ്റാരെങ്കിലും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ഇല്ലാത്ത പക്ഷം ഒരുപാട് വിഷയങ്ങൾ വരികയും ബിസിനസ് എതിരെ നിൽക്കുന്ന ആളുടെ കയ്യിലാകുകയും അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കുകയും ധനം കളവ് പോവുകയോ മോഷണം പോവുകയോ പറ്റിക്കപ്പെടുവാൻ എല്ലാം സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. പഠനത്തിലും ജോലിയിലും നിങ്ങൾക്കുണ്ടാകുന്ന അലസത മടിയും മാറ്റിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. സൽക്കർമ്മങ്ങളുടെ ഫലമായി നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന വർഷം തന്നെയാണ്. അതിനുവേണ്ടി ഒരുപാട് ധനവും നിങ്ങൾ ചിലവാക്കുക തന്നെ ചെയ്യും. വിവാഹം അതിൻ്റെ വാക്കുറപ്പിക്കൽ വരെ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. അതായത് എത്തിച്ചേർന്നിട്ട് മുടങ്ങും എന്നല്ല, എത്തിച്ചേരുക, അതായത് അതിൻ്റെ നിശ്ചയമോ അല്ലെങ്കിൽ ജാതകം കൈമാറുന്നൊരവസ്ഥയോ എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ അത് വിവാഹത്തിൽ തന്നെ എത്തിച്ചേരുന്നു. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കുടുംബജീവിതം സംബന്ധിച്ചിടത്തോളം വിവാഹം സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ, വിവാഹം നടക്കാതിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അതിലെത്തിച്ചേരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. അറ്റകുറ്റപ്പണികൾ ഉണ്ടാകുവാനോ അല്ലെങ്കിൽ അതിന് ചിലവുകൾ വരാനോ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. ബുദ്ധിമുട്ട് നിറഞ്ഞ യാത്രകൾ ജീവിതത്തിൽ കൂടുതലായി വേണ്ടി വരുന്നൊരു കാലഘട്ടമാണ്. എന്നാൽ യാത്രകൾ ധൈര്യമായി ചെയ്തുകൊള്ളൂ. നിങ്ങൾ എന്ത് ബുദ്ധിമുട്ട് സഹിച്ചാലും അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഫലം ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. സഹപ്രവർത്തകരിൽ നിന്നും മനോവിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഒരു 6 മാസത്തിന് ശേഷമായിരിക്കും കൂടുതലായിട്ട് ഇങ്ങനെ വരുന്നത്. ഈ ഒരു നമ്മുടെ വിഷു കഴിഞ്ഞ് ഒരു 6 മാസം കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് കൂടെ നിൽക്കുന്നവരിൽ നിന്നുള്ള മനോവിഷമം ഉണ്ടാകുന്ന പ്രവൃത്തികൾ വരുവാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുടെ സഹായം വർദ്ധിച്ചു വരുന്ന ഒരു സമയം തന്നെയാണ്. ഗൃഹനിർമ്മാണം പുരോഗതിയിലോട്ടെത്തിക്കുവാൻ സാധിക്കും. ആരോഗ്യ വിഷയങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടി വരും. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയും അവർ തമ്മിൽ ഇടപഴകുകയും സന്തോഷകരമായി സൗഹൃദം പങ്കുവയ്ക്കുവാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ദേവീ ക്ഷേത്ര ദർശനം നടത്തുകയും ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് ഈ ഒരു സമയത്ത് വളരെ നല്ലത് തന്നെയായിരിക്കും. രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിലേക്കുണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന വണ്ണം നമ്മൾ ക്ഷേത്രത്തിൽ മാസത്തോറും നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതും ഉൾപ്പെടുത്തി പൂജ നടത്തുകയാണ്. ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുവാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും എന്താണ് പ്രശ്നം അനുഭവിക്കുന്നത്, വിവാഹം നടക്കുന്നില്ല അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നില്ല, വിദ്യാഭ്യാസപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, വസ്തു സംബന്ധമായ വിഷയങ്ങളുണ്ട്, ആരോഗ്യപരമായ വിഷയങ്ങളുണ്ട്, ഇതെല്ലാം ഒന്ന് രേഖപ്പെടുത്തുക. ഏതെങ്കിലും ഒരു കാര്യം ഇങ്ങനെ രേഖപ്പെടുത്തി പറയുക. ഞങ്ങളത് കൃത്യമായി നമ്മൾ എഴുതിയെടുക്കുകയും അതിൻ്റെ പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾക്ക് ഞങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു പരിഹാരം കാണുവാൻ സാധിക്കുന്നത് ഇതിലൂടെയാണ്. നിങ്ങൾക്ക് അതിൽ ചെറിയൊരു മാറ്റം വന്നാൽ ഞങ്ങൾക്കത് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ്. ഈ ഒരു വിഷുഫലത്തിൽ രേവതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണഫലങ്ങൾ കുറയുന്നു, ദോഷഫലങ്ങൾ കൂടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. ജാതകത്തിലുണ്ടാകുന്ന ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കി ഗ്രഹങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കി അതിൻ്റേതായ പരിഹാരവും കൂടി ചെയ്തു കഴിഞ്ഞാൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും ദോഷങ്ങൾ കുറയുകയും ചെയ്യും. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. വോയിസ് മെസ്സേജായിട്ട് തന്നെ മറുപടിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വർഷകാലഘട്ടം നിങ്ങൾക്ക് മാനസികപരമായി നിരാശകൾ ഉണ്ടാകുന്നൊരു സമയം തന്നെയാണ്. ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ സാധിക്കാതെ രേവതി നക്ഷത്രക്കാർ നിരാശരായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ തടസ്സം വരാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ആദ്യമേ പറയട്ടെ, എന്ത് പ്രശ്നവും പ്രതിസന്ധി വന്നാലും ഗണപതി ഭഗവാനെ മുറുകെ പിടിക്കുക, ഭഗവാനെ അങ്ങോട്ട് പ്രാർത്ഥിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക,
പക്കന്നാളുകളിൽ ഗണപതി ഹോമം കഴിപ്പിക്കുക. എല്ലാ ദിവസവും പോയി തൊഴുതു പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭഗവാന് കറുകമാലയോ നാരങ്ങമാലയോ അല്ലെങ്കിൽ നാളികേരം മുടയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറുകയും മാനസിക വിഷമങ്ങൾ മാറുകയും സന്തോഷത്തോടു കൂടി ജീവിതം മുന്നിലേക്ക് നയിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജോലി സാധ്യത കൂടുതലായി വരുന്നു. ബന്ധുക്കൾ വഴി വരുന്ന വിവാഹ ആലോചനകൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുവാൻ സാധ്യത കൂടുതലായി വരികയാണ്. വിവാഹം നടക്കുന്നില്ല എന്ന് വിചാരിച്ച് വളരെ ബുദ്ധിമുട്ടോട് വിഷമത്തോടിരുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ബന്ധുക്കൾ കൊണ്ടുവരുന്ന ആലോചന മുഖാന്തരം വിവാഹം നടക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. ഏറ്റെടുത്ത പ്രവൃത്തികളിൽ വിജയിക്കുവാൻ കഠിനാധ്വാനം വേണ്ടി വരിക തന്നെ ചെയ്യും. ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്താൽ വിജയം നിങ്ങൾക്ക് തന്നെ ഉറപ്പായി ഉണ്ടാകുന്ന ഒരു സമയമാണ് കാണുന്നത്. മാനസികമായി നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാൻ കഠിനാധ്വാനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ പണച്ചിലവും കൂടുതലായി കാണുന്നുണ്ട്. പണമിടപാടുകൾ കൃത്യത പാലിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. ഇല്ലെങ്കിൽ അതിലും വിഷയങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഗൃഹത്തിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഒരു ശമനം വരികയാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ രീതിയിലുള്ള കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസം, പിരിഞ്ഞിരിക്കുക, അകന്നിരിക്കുക, അല്ലെങ്കിൽ പരസ്പരം മിണ്ടാതിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷുക്കാലത്തോടു കൂടി നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു മാറ്റം ഉണ്ടാകുന്നു. നിങ്ങൾക്ക് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്നു. ഇവയെല്ലാം പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങൾക്ക് കുടുംബത്തിൽ സൗഖ്യം കൂടുകയും ദോഷങ്ങളും ദുരിതങ്ങളും കുറയുകയും ചെയ്യുന്ന സമയമാണ്. കുടുംബദേവതയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. വിവാദങ്ങൾ പെട്ട് നിങ്ങളുടെ ജോലി സംബന്ധമായ ഒരുപാട് വിഷയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജോലി സംബന്ധമായിട്ട് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. ചെറിയ രീതിയിലുള്ള രോഗാവസ്ഥയും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. ദീർഘയാത്രകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. പണമിടപാടുകൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. പൈതൃക സ്വത്ത് അനുഭവിക്കുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. ദാമ്പത്തിക ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം ഇല്ലാതെയാക്കി സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കുവാൻ ഈ ഒരു വർഷം കഴിയുക തന്നെ ചെയ്യും. ഏറ്റെടുത്ത കാര്യങ്ങളിൽ പൂർണ്ണ വിജയം നേടുവാൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേ ഇരിക്കുക. സാമ്പത്തികപരമായ വിഷയങ്ങളിൽ നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ഈ സാമ്പത്തിക വിജയം കൈവരിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ആ സാമ്പത്തികം സേവ് ചെയ്യുവാനും കഴിയേണ്ടി വരും. പലരും സാമ്പത്തികം നേടുന്നു, എന്നാൽ എവിടെയെന്ന് ചോദിച്ചാൽ 6 മാസം കഴിയുമ്പോഴേക്കും ഒരാൾക്ക് കയ്യിലിരുന്ന 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 20 ലക്ഷം രൂപ കാണാതെയാകുകയാണ്. അപ്പോൾ കഷ്ടപ്പെട്ട് ധനം സമ്പാദിക്കുന്നു, സേവ് ചെയ്യാൻ പറ്റാതെ ആ ധനം കുറച്ച് പല വഴിക്കായി പോയി ഇല്ലാതാകുകയാണ്. സാമ്പത്തികം അത് നേടിയെടുക്കുന്നതല്ല, അതിനെ സേവ് ചെയ്യുന്നതാണ് യഥാർത്ഥ ഹീറോ. അപ്പം നമ്മൾ അതിനെ കിട്ടുന്ന തുക എത്രയാണോ അത്രയും സേവ് ചെയ്ത് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് തന്നെയാണ് ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾ ഗണപതി ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടം ഉണ്ടാകുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്.